ഹായ്, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്നറിയോ? കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് തോരൻ. ഓക്കെ, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് തോരൻ അല്ലെങ്കിൽ കോളിഫ്ലവർ പൊട്ടറ്റോ ഡ്രൈ മസാല, ഇതിന് വേണ്ടത് ആദ്യം തന്നെ ഞാനൊരു ഒരുവിധം വലുപ്പത്തിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ആ കോളിഫ്ലവർ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് ചെറിയ പൂക്കളായിട്ട് എടുത്തു വച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഇതുപോലെ ചെറിയ പൂക്കളായിട്ട് എടുത്തു വയ്ക്കണം കോളിഫ്ലവർ. പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോ ഈ വലുപ്പത്തിൽ, ഉരുളക്കിഴങ്ങ് ഈ വലുപ്പത്തിൽ അരിഞ്ഞു വെക്കണം. പിന്നെ ഗരം മസാല, മുളക് പൊടി, കറിവേപ്പില. പിന്നെ വേണ്ടത് ഞാൻ ഒരു ചെറിയൊരു തക്കാളി ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്, ജ്യൂസ് പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ, വെള്ളം ഒഴിക്കാണ്ട്. പിന്നെ വേണ്ടത് കടുക്, വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള കടുക്. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ ഞാൻ ചിരവെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, ഞാൻ 4 3 ഉള്ളൂ, 3 ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കറുവപ്പട്ട, ഇത് പെരുംജീരകം, ഒരു 1/4 സ്പൂൺ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കുക. ഇത്രയും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോക്കനട്ട് ഓയിൽ. ഇതാണ് നമുക്ക് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് തോരൻ ഉണ്ടാക്കാൻ ആവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ്. അതല്ലെങ്കിൽ എന്താ പറയുക, കോളിഫ്ലവർ പൊട്ടറ്റോ ഡ്രൈ മസാല. ഓക്കെ, ഇനി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ അതിലേക്ക് ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ കുറച്ച് മതി. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ തേങ്ങ, അതുപോലെ തന്നെ ഈ പച്ചമുളക്, ഇഞ്ചി, പെരുംജീരകം, കറുവപ്പട്ട, ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇതൊരു ചുവന്ന കളറാവുന്ന വരയ്ക്കും നമുക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരുവിധം കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചമുളക്, ഇഞ്ചി, കറുവപ്പട്ട, അതുപോലെ തന്നെ ഈ പെരുംജീരകം ഇത് ആഡ് ചെയ്യുക അതിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വാടട്ടെ. ഇപ്പോൾ ഒരുവിധം കളർ മാറി തുടങ്ങി, ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്ലെയിം സിമ്മിലിടണം കേട്ടോ. എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ആഡ് ചെയ്യുക. എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ വറുത്തെടുത്ത നാളികേരം, മുളക്, ഇതെല്ലാം കൂടിയിട്ട് ഞാൻ എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് അത് നീക്കി വെക്കണം. നമുക്ക് അതിൻ്റെ കൂടെ ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്, കോളിഫ്ലവറിൻ്റെ കൂടെ. ഇനി ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തു. അതേ സെയിം പാൻ തന്നെ, പാൻ ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കടുക് അതിലേക്ക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ആഡ് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്യുക. അപ്പോൾ ഇതേ പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഈ റെസിപ്പിയിൽ ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കില്ല. പൊട്ടറ്റോ നന്നായിട്ട് ഫ്രൈ ആവുമ്പോൾ ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാണ്. അതിനുശേഷം നമ്മളിതാ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്യുന്നു. ആവശ്യത്തിന് നമ്മൾ സോൾട്ട് ചേർക്കാണ്.
മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് അടച്ച് വെച്ച് അതിലിരുന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വലിയട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ആയിട്ടുണ്ടത്. ഇനി നമുക്ക് നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി ഇതാ ബാലൻസ് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ്, എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ബാലൻസ് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഞാൻ ആഡ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ ഏറ്റവും അവസാനം നമ്മൾ ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, നേരത്തെ വറുത്തെടുത്ത തേങ്ങയൊക്കെ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി, വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഒരിക്കലും ഒഴിക്കാൻ പാടില്ല വെള്ളം ഇതിൽ തൊടിയിക്കുകയില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം കൂടെ ഒന്ന് അടച്ച് വച്ച് വേവിക്കുക. അപ്പം നമ്മുടെ കോളിഫ്ലവർ പൊട്ടറ്റോ തോരൻ അല്ലെങ്കിൽ കോളിഫ്ലവർ പൊട്ടറ്റോ ഡ്രൈ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് വേണ്ടവർ ചപ്പാത്തിക്കായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നല്ലൊരു തോരനാണിത്. നമ്മളിതിൽ വെള്ളം ചേർക്കണില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.